ഹലോ ആൾ ഡോട്ട് കോറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് ഫോറിൽ നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ കാറ്റഗറി എന്ന് പറഞ്ഞ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ആ കാറ്റഗറി ടേബിളിലേക്ക് ഡാറ്റ ഇൻസർട്ട് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം, റീഡ് ചെയ്യണം. ആ ഓപ്പറേഷൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഓപ്പറേഷൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പുതിയ കൺട്രോളർ, കാറ്റഗറി എന്ന് പറയുന്ന ഒരു കൺട്രോളറും വേണം. അതിന് അഗൻസ്റ്റ് ഒരു വ്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് എങ്ങനെ ഡോട്ട് കോറിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. നമുക്ക് നമ്മളുടെ പ്രോജക്റ്റിൽ നമുക്കൊരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യാം. കൺട്രോളർ നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് കൺട്രോളേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ തന്നെയായിരിക്കും. നമുക്ക് ഓൾറെഡി മോഡൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് മോഡൽസ് എന്ന് പറയുന്ന ഫോൾഡറിലാണ്. പക്ഷേ മോഡൽസ് നമുക്ക് വേറെ ഫോൾഡറിൽ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ കൺട്രോളേഴ്സും വ്യൂസും കൺട്രോളേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിലും വ്യൂസ് എന്ന് പറയുന്ന ഫോൾഡറിലും മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എറർ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കൊരു പുതിയ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യാം. പുതിയ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യുന്നതിന് കൺട്രോളർ എന്ന് പറയുന്ന ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് കൺട്രോളർ. ഇവിടെ നമുക്ക് ഡിഫറെന്റ് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. 3 ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഞാനിവിടെ നമ്മുടെ പ്രോജക്റ്റ് ഫ്രം ദ സ്ക്രാച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഞാൻ എംപ്റ്റി ടെംപ്ലേറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള ടെംപ്ലേറ്റ്സ് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ടെംപ്ലേറ്റ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ റീഡ് റൈറ്റിനുള്ള ആക്ഷൻസ് ആ കൺട്രോളറിൽ ബൈ ഡിഫാൾട്ട് ക്രിയേറ്റ് ആയിട്ട് വരും. ഇത് ഒരു എംപ്റ്റി ടെംപ്ലേറ്റ് ആയിരിക്കും ക്രിയേറ്റ് ആവുക. ഞാൻ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പം അടുത്ത വിൻഡോയ്ക്കകത്ത് നമുക്ക് അതിൻ്റെ പേര് ചോദിക്കും. നമ്മുടെ കൺട്രോളറിൻ്റെ പേര് കൊടുക്കണം. ഞാനിത് കാറ്റഗറി ടേബിളിന് വേണ്ടിയുള്ളതായതുകൊണ്ട് കാറ്റഗറി കൺട്രോളർ എന്ന് പേര് കൊടുക്കുന്നു. എപ്പോഴും നമ്മളുടെ പേരിന്റെ കൂടെ കൺട്രോളർ എന്നും കൂടെ കൊടുത്തിരിക്കണം. കൺട്രോളറിന് എപ്പോഴും കൺട്രോളർ എന്നും കൂടെ പേര് കൊടുത്തിരിക്കണം. കാറ്റഗറി കൺട്രോളർ. ഓക്കെ, നമ്മുടെ കൺട്രോളർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പേരിന്റെ കൂടെ കൺട്രോളർ എന്ന പേരും കൂടെ നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ ഇത് എംപ്റ്റി ടെംപ്ലേറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് ഒരു ഇൻഡെക്സ് ആക്ഷൻ മാത്രമേ ഇവിടെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയിട്ടുള്ളൂ. വേറെ ഒന്നുമില്ല. ഈ കൺട്രോളർ എംപ്റ്റി കൺട്രോളറാണ്. ഈ ഒരു ഇൻഡെക്സ് ആക്ഷൻ മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം നമ്മുടെ ആപ്ലിക്കേഷൻ. ഞാനിവിടെ ഒരു ഡീബഗർ പോയിന്റ് കൂടെ ഇടുന്നുണ്ട്. നമുക്കിതൊന്ന് റൺ ചെയ്യാം. നമുക്ക് ആപ്ലിക്കേഷൻ റൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം നമ്മളുടെ ഇൻഡെക്സ് പേജ് ആണ് നമുക്കിവിടെ റൺ ആയിട്ട് വന്നേക്കുന്നത്. ഈ ഇൻഡെക്സ് പേജ് നമ്മൾ ഡീഫാൾട്ടായിട്ട് ഈ പേജ് വരണം എന്ന് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മളുടെ പ്രോഗ്രാം ക്ലാസ്സിലാണ്. പ്രോഗ്രാം ക്ലാസ്സിനകത്ത് നമ്മളിവിടെ ഡീഫാൾട്ട് ഹോം ഇൻഡെക്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഈ ഡീഫാൾട്ട് പേജ് ഹോം ഇൻഡെക്സ് പേജ് നമുക്കിവിടെ കിട്ടിയത്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയ കൺട്രോളറിന്റെ പേരെന്താണ്? നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയ കൺട്രോളറിന്റെ പേര് കാറ്റഗറി കൺട്രോളർ എന്നാണ്. അപ്പം ഇനി നമുക്ക് ഈ കാറ്റഗറി കൺട്രോളർ എന്ന് പറയുന്ന കൺട്രോളറിനകത്ത് ഒരു ആക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ പർട്ടിക്കുലർ പേജ് നമുക്ക് ഡിസ്പ്ലേ ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ സ്ലാഷ് കൊടുത്തിട്ട് നമ്മുടെ കൺട്രോളറിന്റെ പേര്, എന്നിട്ട് നമ്മുടെ ആക്ഷന്റെ പേരും കൂടെ നമുക്ക് കൊടുക്കണം. കൺട്രോളറിന്റെ പേരും ആക്ഷന്റെ പേര് ഇൻഡെക്സ്. അപ്പോൾ നമുക്കിവിടെ എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യുമ്പോൾ ഡീബഗർ ഇവിടെ ഹിറ്റ് ആവും. നമുക്കിത് റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ നമുക്കൊരു ഇഷ്യൂ ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കാണിച്ചേക്കുന്നത് നമ്മുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് അവൈലബിൾ അല്ല എന്നുള്ളത്. ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു വ്യൂ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ഇല്ല. കാരണം എന്താണ്? നമ്മളിവിടെ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഈ ഇൻഡെക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വ്യൂവും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഈ വ്യൂ നോക്കിയേ, ഇത് എവിടെയൊക്കെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന്. അതായത് വ്യൂസ്, കാറ്റഗറി, അതായത് നമ്മുടെ കൺട്രോളറിന്റെ പേര് വെച്ചിട്ടുള്ള ഒരു ഫോൾഡർ വ്യൂവിനകത്തോട്ടുണ്ടോ എന്ന് നോക്കും. അതിനകത്ത് ഇൻഡെക്സ് എന്ന് പറയുന്ന HTML ഉണ്ടോ എന്ന് നോക്കും. അവിടെ കണ്ടില്ലെങ്കിൽ അടുത്ത ഷെയർ. ഈ രണ്ട് സ്ഥലത്ത് നമ്മുടെ MVC ആപ്ലിക്കേഷൻ നമ്മുടെ വ്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഈ രണ്ടിടത്തും നമ്മൾ വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമുക്കൊരു വ്യൂ കൂടെ ക്രിയേറ്റ് ചെയ്യാം. വ്യൂ നമുക്ക് രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന്, നമുക്ക് എവിടെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? വ്യൂ എന്ന് പറയുന്ന ഫോൾഡറിൽ
ഇതിനകത്ത് നമുക്ക് കാറ്റഗറി എന്ന് പറയുന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു വ്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആദ്യമേ നമുക്ക് റൈറ്റ് ക്ലിക്ക് എടുത്തിട്ട് ഒരു ആഡ് ഫോൾഡർ കൊടുത്തിട്ട് കാറ്റഗറി എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് വ്യൂ നമുക്ക് ക്രിയേറ്റ് നമുക്ക് ആദ്യമേ നമുക്ക് അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് ആഡ് ന്യൂ ഫോൾഡർ, കാറ്റഗറി. ഇതിനകത്ത് നമുക്കൊരു പുതിയ വ്യൂവിന്റെ പേരെന്താണ് കൊടുക്കേണ്ടത്? ഇൻഡെക്സ്. ആഡ് വ്യൂ. നമുക്കൊരു empty വ്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആഡ് index.cshtml നമുക്കിത് ആഡ് ചെയ്യാം. നമുക്ക് ചുമ്മാ ഒരു ടെക്സ്റ്റും കൂടെ കൊടുക്കാം. നമുക്ക് ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ കൺട്രോളർ നമ്മുടെ പർട്ടിക്കുലർ ആക്ഷനിലേക്ക് റീഡയറക്റ്റ് ചെയ്യണമെങ്കിൽ കാറ്റഗറി /ഇൻഡെക്സ് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വ്യൂവിലേക്ക് ഇത് റീഡയറക്റ്റ് ചെയ്തു പോയി. അപ്പം ഈ കാറ്റഗറി /ഇൻഡെക്സ് എന്ന് കൊടുത്തില്ലെങ്കിലും നമുക്ക് കാറ്റഗറി എന്ന് മാത്രം കൊടുത്താൽ ഈ പർട്ടിക്കുലർ വ്യൂവിലോട്ട് തന്നെ അത് റീഡയറക്റ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺട്രോളറിലെ ഡീഫാൾട്ട് ആക്ഷൻ എന്ന് പറയുന്നത് ഇൻഡെക്സ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ കൺട്രോളറിന്റെ പേര് മാത്രം കൊടുത്താലും ഈ പർട്ടിക്കുലർ ആക്ഷനിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ഇതല്ലാതെ വേറൊരു വ്യൂവും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ വ്യൂവിന്റെ പേരും കൂടെ നമ്മളിവിടെ കാറ്റഗറി കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു രീതിയിൽ വ്യൂ ക്രിയേറ്റ് ചെയ്തു. ഞാൻ ആ ഫോൾഡർ ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആ വ്യൂ കുറച്ചും കൂടി ഈസി ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഈ ആക്ഷനകത്ത് റൈറ്റ് ക്ലിക്ക് എടുത്തു കഴിഞ്ഞാൽ ആഡ് വ്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്യാം. ഒരു empty വ്യൂ ക്രിയേറ്റ് ചെയ്യാം. ആഡ് index.cshtml നമുക്ക് ആഡ് ചെയ്യാം. നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് കൂടെ കൊടുക്കാം. ഇപ്പം നമ്മളുടെ വ്യൂവിൽ പോയി നോക്കുകയാണെങ്കിൽ കാറ്റഗറിക്കകത്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു വ്യൂ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഏറ്റവും എളുപ്പം ഇതാണ്. നമ്മളുടെ പർട്ടിക്കുലർ ആക്ഷൻ എഗൻസ്റ്റ് ആണ് ഒരു വ്യൂ വേണ്ടത്. അവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ആഡ് വ്യൂ കൊടുത്താൽ മതി. നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് റൺ ചെയ്യാം. നമുക്ക് കാറ്റഗറിയാണ്. കാറ്റഗറി എന്ന് മാത്രം കൊടുത്താൽ മതി. ഇൻഡെക്സ് എന്ന് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇൻഡെക്സ് നമ്മുടെ കൺട്രോളറിന്റെ ഡീഫാൾട്ട് ആക്ഷൻ മെത്തേഡാണ്. അപ്പോൾ കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വന്നു. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓരോ പ്രാവശ്യം ഇവിടെ വന്ന് URL ടൈപ്പ് ചെയ്യുക ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് ഇവിടെ ഒരു ടാബും കൂടെ ക്രിയേറ്റ് ചെയ്ത് കാറ്റഗറി എന്ന് പറഞ്ഞൊരു ടാബ് കൂടെ ക്രിയേറ്റ് ചെയ്ത് ആ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാറ്റഗറീസ് വരത്തക്ക രീതിയിൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ മോഡിഫൈ ചെയ്യാം. അതിന് നമുക്ക് നമ്മളുടെ ടാബ്സ് എല്ലാം നമ്മൾ ഇനിഷ്യൽ സെറ്റിങ്സ് എല്ലാം നമ്മൾ ചെയ്തേക്കുന്നത് നമ്മളുടെ വ്യൂസിനകത്ത് ഷെയ്ഡിനകത്ത് layout.chtml ആണ്. ഇതിനകത്ത് നമുക്ക് ഒരു UL അതിനകത്ത് 2 ലിസ്റ്റ് ക്ലാസ്സും ഉണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് ഒന്ന് ഹോമും ഒന്ന് ഇൻഡെക്സും ഒന്ന് പ്രൈവസിയുമാണ്. നമുക്ക് അതിന്റെ പേരെന്താണെന്ന് നോക്കാം. ഒന്ന് ഹോമും ഒന്ന് പ്രൈവസിയുമാണ്. 2 ടാബാണ് അവിടെ ഉള്ളത്. നമുക്ക് ഒരു ടാബ് കൂടെ വേണം. അതുകൊണ്ട് നമുക്കിത് കോപ്പി എടുത്ത് നമുക്ക് ഒരെണ്ണം കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഇതെല്ലാം ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ്സുകളാണ്. ഇതിനെപ്പറ്റി നിങ്ങൾ തൽക്കാലം വറി ചെയ്യേണ്ട. ഇനി നമുക്ക് കൊടുക്കേണ്ടത് മെയിൻ ഇത് രണ്ടെണ്ണം ടാഗ് ഹെൽപ്പേഴ്സ് എന്നാണ് ഇതിന്റെ പേര്. അതായത് നമ്മൾ കൺട്രോളർ ഏതാണ്, ആക്ഷൻ ഏതാണെന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം. ഇത് രണ്ടും ടാഗ് ഹെൽപ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മളുടെ കൺട്രോളറിന്റെ പേരെന്താണ്? നമ്മുടെ കൺട്രോളറിന്റെ പേര് കാറ്റഗറി എന്നാണ്. നമ്മുടെ കൺട്രോളറിന്റെ പേര് ഇവിടെ കൊടുക്കുക. നമ്മുടെ ആക്ഷന്റെ പേര് ഇൻഡെക്സ് എന്നാണ്. നമുക്ക് ആക്ഷന്റെ പേര് ഇൻഡെക്സ് എന്ന് കൊടുക്കുക.
ഇനി നമുക്ക് ഇതൊന്ന് സേവ് ചെയ്യാം എന്നിട്ട് റൺ ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് അവിടെ എന്ത് പേരിലാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്? കാറ്റഗറി എന്ന പേരിലാണ് നമുക്കവിടെ ലിസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പേരോട് അവിടെ എന്താണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമ്മൾ ഇവിടെ കൊടുക്കണം. നമുക്ക് ഇതൊന്ന് റൺ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ കാറ്റഗറി എന്ന് പറഞ്ഞൊരു ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യും. അപ്പം നമ്മുടെ ഡീബഗറിലായിട്ട് അത് റീഡയറക്റ്റ് ചെയ്യും. ഞാനത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കാറ്റഗറീസ് എന്ന് പറയുന്ന പേജ് ഡിസ്പ്ലേ ആവും. ഇങ്ങനെയാണ് നമ്മളുടെ ആപ്ലിക്കേഷനകത്ത് ഒരു പുതിയ കൺട്രോളറും വ്യൂവും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.